കേരള സർവകലാശാലയിൽ ഇന്നും നാടകീയ നീക്കങ്ങളായിരുന്നു. രജിസ്ട്രാർ കസേരയിൽ 2 പേർക്കായിരുന്നു ചുമതല. സസ്പെൻഷൻ വിഷയത്തിൽ തനിക്ക് പരാതിയില്ലെന്ന് ഹൈക്കോടതിയിൽ ബോധ്യപ്പെടുത്തും മുൻപ് രജിസ്ട്രാർ KS അനിൽകുമാർ സർവകലാശാല ആസ്ഥാനത്തെത്തി അത് പരസ്യമായി ബോധ്യപ്പെടുത്തി. സർവകലാശാലയുടെ സിൻഡിക്കേറ്റിന്റെ തീരുമാനപ്രകാരം അത് ഔദ്യോഗികമായി അറിയിച്ചതിനെ തുടർന്ന് അതിന്റെ തുടർ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. നാടിന്റെ സ്വത്താണ് ഈ സർവകലാശാല. പിന്നാലെ സിൻഡിക്കേറ്റ് സസ്പെൻഷൻ പിൻവലിച്ചതിനാൽ തനിക്ക് പരാതിയില്ലെന്ന് രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയെ അറിയിച്ചു. സസ്പെൻഷന്റെ ന്യായാന്യായത്തിലേക്ക് ജസ്റ്റിസ് DK സിംഗ് കടന്നില്ല. ഭാരതാംബ ചിത്ര വിഷയത്തിൽ ഗവർണറെ അവഹേളിച്ചെന്ന കാരണത്തിൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത VC മോഹനൻ കുന്നുമലിന് തിരിച്ചടിയാണ്. ഹർജി പിൻവലിക്കാൻ രജിസ്ട്രാർക്ക് കോടതി അനുമതി നൽകി. പരാതി പിൻവലിക്കാൻ രജിസ്ട്രാർക്ക് ഹൈക്കോടതി അനുമതി നൽകിയതോടെ സിൻഡിക്കേറ്റിന്റെ വിജയമെന്ന് പ്രഖ്യാപനം. ബഹുമാന്യനായ രജിസ്ട്രാറെ തിരിച്ചെടുത്ത നടപടി റദ്ദാക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ സിൻഡിക്കേറ്റിന്റെ അധികാരം തീർച്ചയായും രജിസ്ട്രാറുടെ കാര്യത്തിൽ ഉറച്ച തീരുമാനമാണ് നിലനിൽക്കുന്നത് എന്ന് പറയാൻ കൂടി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അന്തിമ തീരുമാനം സർവകലാശാലയെ സംബന്ധിച്ചെടുക്കാനുള്ള അവകാശം സിൻഡിക്കേറ്റിനാണ്. ആ സിൻഡിക്കേറ്റ് അതിന് അവസരം കിട്ടിയപ്പോൾ അത് കൃത്യമായി തെളിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കോടതി വിധിയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. VC പിരിച്ചുവിട്ട ശേഷം സിൻഡിക്കേറ്റ് അംഗങ്ങൾ യോഗം ചേർന്ന് സസ്പെൻഷൻ പിൻവലിച്ചത് നിയമവിരുദ്ധമാണെന്ന് താൽക്കാലിക VC ഡോക്ടർ സിസ തോമസിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ഉന്നയിച്ചു. ഇത് പരിഗണിക്കാതിരുന്ന കോടതി നിയമസാധുത ബന്ധപ്പെട്ടവർക്ക് പരിശോധിക്കാമെന്നും വ്യക്തമാക്കിയത് വിജയമായി ചാൻസലറും VCയും കാണുന്നു. ഇതോടെ ഗവർണറും സിൻഡിക്കേറ്റും തമ്മിലാകും ഇനിയുള്ള പോര്. ഇനി നിയമയുദ്ധം സർവകലാശാലയ്ക്കകത്തായി. അതിന്റെ തുടക്കമായുള്ള കസേരകളി രാവിലെ തന്നെ തുടങ്ങി. രജിസ്ട്രാർ KS അനിൽകുമാർ ഓഫീസിലേക്ക് എത്തിയതിന് പിന്നാലെ VC സിസ തോമസ് ഗവർണറുടെ കൂടി മനസ്സറിഞ്ഞ് നടപടി തുടങ്ങി. രജിസ്ട്രാറുടെ ചുമതല പ്ലാനിംഗ് ഡയറക്ടർ ഡോക്ടർ മിനി കാപ്പന് നൽകി ഉത്തരവിറക്കി. ഇതോടെ സർവകലാശാലയിൽ രജിസ്ട്രാറുടെ ചുമതലയിൽ 2 പേർ. സസ്പെൻഷന് പിന്നാലെ പകരം ചുമതല നൽകിയിരുന്ന ഭരണവിഭാഗം ജോയിന്റ് രജിസ്ട്രാർ P ഹരികുമാറിനെ പഠന വിഭാഗത്തിലേക്ക് മാറ്റി. VC ഇറങ്ങിപ്പോയ ശേഷവും സിൻഡിക്കേറ്റിൽ തുടർന്നതിന് വിശദീകരണം നൽകാതെ അവധിയിൽ പോയതിനുള്ള അച്ചടക്ക നടപടിയായിരുന്നു മാറ്റം. VC പോരിനിറങ്ങിയതോടെ SFI പ്രതിഷേധവുമായി രംഗത്തിറങ്ങി. സർവകലാശാല ആസ്ഥാനത്തിന് മുകളിലും കവാടത്തിലും RSS ഗണവേഷത്തിലുള്ള VC മോഹനൻ കുന്നുമലിന്റെ ചിത്രങ്ങളും ബാനറും സ്ഥാപിച്ചു. അക്കാദമിക് നിലവാരത്തെ എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് ഒരു സർവകലാശാലയെ സംഘപരിവാർ ശാലയാക്കി മാറ്റുവാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സസ്പെൻഷൻ റദ്ദാക്കിയത് നിയമവിരുദ്ധമെന്ന് ഗവർണറും VCയും ഒരു വശത്ത്. നിയമവും സ്റ്റാറ്റ്യൂട്ടും അടിസ്ഥാനമാക്കിയുള്ള തീരുമാനത്തിൽ ഹൈക്കോടതി ഇടപെടാത്തതിനാൽ പോരാടാൻ സിൻഡിക്കേറ്റും. കേരള സർവകലാശാലയിൽ പുതിയ യുദ്ധത്തിന് കളമൊരുങ്ങി. ക്യാമറമാൻ സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.